നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ISROയിലേക്കും ISROയുടെ അനുബന്ധ സെന്ററുകളിലേക്കും, ഉദാഹരണത്തിന് നമ്മുടെ തിരുവനന്തപുരത്തെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഉൾപ്പെടെയുള്ള അനുബന്ധ സെന്ററുകളിലേക്കുമൊക്കെ ആയിട്ട് ലഭ്യമായിരിക്കുന്ന 3 റിക്രൂട്ട്മെന്റുകളിലൂടെ 467ഓളം ഒഴിവുകൾ ഇപ്പോൾ ലഭ്യമാണ്. കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ISROയിൽ ജോലി നോക്കുന്നവർക്കുള്ള നല്ല അവസരങ്ങളാണ്, കൂടുതലും ഫ്രഷേഴ്സിനുള്ള അവസരങ്ങളാണ്. അതും വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 10ാം ക്ലാസ്, ITI, ഡിപ്ലോമ തുടങ്ങിയിട്ട് ഡിഗ്രിക്കാര്, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗുകാർക്കൊക്കെ അവസരങ്ങളുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ 3 റിക്രൂട്ട്മെന്റുകളെ കുറിച്ചും മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ISROയുടെ കീഴിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, VSSCയിൽ തന്നെ 2 റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ 31-ാം തീയതി മെയ്യിൽ ഇറങ്ങിയ നോട്ടിഫിക്കേഷനാണ്. ഇതിൻ പ്രകാരം ഏതാണ്ട് 83 ഒഴിവുകളാണ് VSSC തിരുവനന്തപുരത്ത് ലഭ്യമായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ 1,42,000 രൂപ വരെ പേ സ്കെയിലുള്ള അവസരങ്ങളാണ്. ഇവിടെ ഇലക്ട്രോണിക്സിൽ 27 ഒഴിവുകളുണ്ട്, മെക്കാനിക്കലിൽ 27 ഒഴിവുകൾ, കമ്പ്യൂട്ടർ സയൻസിൽ 4 ഒഴിവുകൾ, 2 സെൻട്രലായിട്ട് 4ഉം 8ഉം 12 ഒഴിവുകളുണ്ട്, കെമിക്കലിൽ 6 ഒഴിവുകൾ, ഓട്ടോമൊബൈലിൽ 1 ഒഴിവ്. ബാക്കി അവസരങ്ങളിലേക്ക് ഞാൻ എത്താം. അപ്പം ഇതിൻ്റെയൊക്കെ ഒന്ന് നോക്കുക. ഇതൊക്കെ ഡിപ്ലോമക്കാർക്കുള്ള അവസരങ്ങളാണ്. ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അല്ലെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഉള്ള അവസരങ്ങളാണ്. മെക്കാനിക്കലിലും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അവസരങ്ങൾ. അപ്പോൾ അതാത് മേഖലയിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കെമിക്കലിലാണെങ്കിൽ കെമിക്കലിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, ഓട്ടോമൊബൈലാണ് ഓട്ടോമൊബൈൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളാണ്. ഇനി ആ ടെക്നിക്കൽ അസിസ്റ്റന്റ് മറ്റ് ചില അവസരങ്ങൾ കൂടിയുണ്ട്. ഇവിടെയൊക്കെ വന്നാലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഏകദേശം 1,42,000 ശമ്പളമുള്ള സിവിലിലേക്ക് ഉണ്ട്. ഇവിടെയും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. റെഫ്രിജറേഷൻ ആൻഡ് AC ഇവിടെയും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ്. ഇതെല്ലാം ഓരോ വേക്കൻസിയാണ്. ഇത് കൂടാതെ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ 2 മേഖലയിൽ നിന്നുള്ളവർക്ക് അവസരമുണ്ട്. ഒന്ന് ഫിസിക്സ് ആണ്, മറ്റൊന്ന് കെമിസ്ട്രി ആണ്. ഇത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി, അതായത് കെമിസ്ട്രിയിലോ ഫിസിക്സിലോ BSc ഡിഗ്രി ഉള്ളവർക്ക് ഈ 2 അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി ലൈബ്രറി അസിസ്റ്റന്റ് അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 83 ഒഴിവുകളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തിലേക്കുള്ളത്. മറ്റൊരു റിക്രൂട്ട്മെന്റിൽ കൂടുതൽ വേക്കൻസി ഉണ്ട്, അതിലേക്ക് എത്താം. ഈ ഒരു വേക്കൻസികളിൽ കൂടുതലും ഡിപ്ലോമ അതായത് മേഖലയിൽ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളാണ്, അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് വേക്കൻസികളിൽ. എന്നാൽ സയന്റിഫിക് അസിസ്റ്റന്റ് വേക്കൻസികളിൽ BSc ഡിഗ്രി തേജ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ലൈബ്രറി അസിസ്റ്റന്റ് ആയിട്ട് മാസ്റ്റേഴ്സ് ഇൻ ലൈബ്രറി സയൻസ് കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പം എക്സ്പീരിയൻസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻ ആരംഭിക്കുക ജൂൺ 4-ാം തീയതി ആയിരിക്കും. അപ്പൊ ജൂൺ 4-ാം തീയതി 10 മണി മുതൽ ജൂൺ 18-ാം തീയതി 5 മണി വരെ ആയിരിക്കും ഞങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയുക. ഓർക്കുക, ഇത് VSSCയുടെ സൈറ്റിൽ വേണം പോയി അപേക്ഷിക്കാൻ. എൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ISROയുടെ കീഴിൽ തന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരം അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റൊരു റിക്രൂട്ട്മെന്റും കൂടി ഒന്ന് പരിശോധിക്കാം. 63-64 ഒഴിവുകളാണ് ഈ റിക്രൂട്ട്മെന്റിൽ ലഭ്യമായിരിക്കുന്നത്. ഇത് കൂടുതലും 10ാം ക്ലാസ്സുകാർക്കും SLCക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെയുള്ള അവസരങ്ങളാണ്. പിന്നെ എഞ്ചിനീയേഴ്സിനുള്ള അവസരം ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അപ്പോൾ അതാ ഈ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെയും ടെക്നീഷ്യൻ ലെവൽ 3 69,100 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. ഫിറ്ററിൽ 20 ഒഴിവുകളുണ്ട്. ഇലക്ട്രോണിക് അല്ലെ മെക്കാനിക് 11 ഒഴിവുകൾ,
ടെർണർ 6 ഒഴിവുകൾ, മെക്കനിസ്റ്റ് 5 ഒഴിവുകൾ, ഇലക്ട്രീഷ്യൻ 5 ഒഴിവുകൾ, അതേപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റർ 3 ഒഴിവ്, വെൽഡർ 2 ഒഴിവ്, MR ആൻഡ് AC 1 ഒഴിവ്, അതേപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഡീസൽ 1 ഒഴിവ്, ഫോട്ടോഗ്രാഫിയിൽ 1 ഒഴിവ്, കാർപ്പൻറ്റർ 1 ഒഴിവ്, അതുകൂടാതെ മെക്കാനിക്കൽ 7 ഒഴിവ്. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടി ഒന്ന് പരിശോധിക്കുക. ഈ ടെക്നീഷ്യൻ എന്നതിലേക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ഇതൊക്കെ കഴിഞ്ഞ ഫിറ്റർ ട്രേഡ് ആണെങ്കിൽ ഫിറ്റർ ട്രേഡിൽ കഴിഞ്ഞവർ, അതായത് ട്രേഡിൽ ITI 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഓരോ വേക്കൻസിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി ഇതെല്ലാം 10ാം ക്ലാസ്സുകാർക്ക് ITI ഒക്കെ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളാണ്. എന്നാൽ ചില വേക്കൻസികൾ, ഉദാഹരണത്തിന് താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ ITI ആണ് സൂചിപ്പിക്കുന്നത്. ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡിപ്ലോമ, അതായത് ഈ ഫാർമസിസ്റ്റ് തസ്തികയിൽ ഡിപ്ലോമ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് DPharm ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം ITIക്കാർക്കും അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞവർക്കുമുള്ള അവസരങ്ങൾ ഏതാണ്ട് 64 അവസരങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. 31-ാം തീയതിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ജൂൺ 2-ാം തീയതി മുതൽ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും. ജൂൺ 2 10 മണി മുതൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 16-ാം തീയതി 5 PM ആണ്. അപ്പോൾ ഇതും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ISROയുടെ 3ാമത്തെ റിക്രൂട്ട്മെന്റ് ഒന്ന് പരിശോധിക്കാം. ISRO സെൻട്രലൈസ്ഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്, ICRB. അവരാണ് ഈ 3ാമത്തെ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതലും എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുള്ളവർക്കുള്ള അവസരങ്ങളാണ്. ഇത് 320ഓളം ഒഴിവുകളുണ്ട്. സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഈ തസ്തികയിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. സയന്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിൽ 113 ഒഴിവുകൾ ലഭ്യമാണ്. അത് BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. മിനിമം 65% മാർക്ക് അല്ലെ CGP ആണ് 6.84 നേടിയിരിക്കണം. അപ്പോൾ ഇലക്ട്രോണിക്സിൽ 113 ഒഴിവുകൾ. ഇനി അടുത്തത് മെക്കാനിക്കലിൽ 160 ഒഴിവുകൾ സയന്റിസ്റ്റ് അല്ലെ എഞ്ചിനീയർ തസ്തികയിൽ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് BTech മെക്കാനിക്കൽ അല്ലെ ഇക്വലൻ്റ് ആയിട്ടുള്ളത് 65% മാർക്ക്, CGP ആണ് 6.84. ഇനി സയന്റിസ്റ്റ് എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസിലാണ് 44 ഒഴിവുകൾ. അത് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെ റിലേറ്റഡ് ഏരിയയിൽ 65% മാർക്കോടെ കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. ഇനി ഇലക്ട്രോണിക്സ് PRL സയന്റിസ്റ്റ് എഞ്ചിനീയർ 2 ഒഴിവുകളുണ്ട്. ഇതും BTech ഓർ ഇക്വലൻ്റ് EC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് PRL സയന്റിസ്റ്റ് എഞ്ചിനീയർ 1 ഒഴിവുണ്ട്. ഇതും BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇക്വലൻ്റ് കഴിഞ്ഞ് 65% മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം 320ഓളം ഒഴിവുകൾ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഈ ISROയിൽ ലഭ്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ നൽകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. അവർക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും, റിട്ടൺ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലയിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ക്വാളിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നൽകുന്നുണ്ട്. ഓർക്കുക, ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉണ്ട്, അത് മനസ്സിലാക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 18-ാം തീയതി ജൂണിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ 16-ാം തീയതി ജൂണാണ്. ഫീസ് 18-ാം തീയതി ജൂൺ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിന് അപേക്ഷിക്കുവാനായിട്ട് ISROയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ISROയിലെ 3 റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് നോട്ടിഫിക്കേഷനുകൾ
എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.